ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാധയെയും മഹേഷിനെയും എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ഇറക്കാമെന്ന് പറഞ്ഞ് കല്ലുവിന് വാക്കുകൊടുക്കുന്ന ടീച്ചർ അമ്മയെ മേരിക്കുട്ടി ടീച്ചർ വഴക്ക് പറയുന്നുണ്ട്. അമ്മയും മാമനുമൊക്കെ തന്നെയാ, എങ്കിലും തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ കൈപ്പറ്റിയേ പറ്റൂ എന്ന് മേരിക്കുട്ടി ടീച്ചർ കല്ലുവിനോടായി ദേഷ്യപ്പെടുന്നുണ്ടേ. ടീച്ചർ അമ്മയപ്പോൾ മേരിക്കുട്ടി ടീച്ചറോടായി കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്നും മക്കളകത്ത് കിടക്കാന്ന് വെച്ച് അവരുടെ കാര്യമെല്ലാം നമ്മളല്ലേ നോക്കേണ്ടതെന്നും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്നും തനിക്കാണെങ്കിൽ അടുക്കള അമ്മയുടെ ഗർഭപാത്രം പോലെയാണെന്നും ടീച്ചർ അമ്മ ചോദിക്കുന്നുണ്ട്. നിനക്കറിയാലോ, പിള്ളേരുടെ അച്ഛൻ രാത്രി ഇഞ്ചി ചതയ്ക്കുന്നത് പോലെ ചതച്ചാലും രാത്രി ഞാൻ അടുക്കളയിൽ കയറി പയറും കരിപ്പട്ടിയും തേങ്ങയും ഇട്ടൊരു സാധനം ഉണ്ടാക്കുന്നത്. എൻ്റെ എല്ലാ വേദനയും മനസ്സിൻ്റെ ഭാരവും ഒക്കെ പോവും. ചിലതിന്ന് എത്രയൊക്കെ ശ്രമിച്ചാലും കര കയറാൻ പറ്റില്ലടി, അതാ ജീവിതം എന്ന് ടെൻഷനോടെ ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതേ നീ വിചാരിക്കാഞ്ഞിട്ടാ, നീ പോയി നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ചെന്ന് പയർ വിഭവം ഉണ്ടാക്ക്, അല്ല പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ ദേഷ്യത്തോടെ എണീക്കുന്നുണ്ടേ. ടീച്ചറമ്മയും എഴുന്നേറ്റുണ്ട്. പിണങ്ങല്ലേ മേരി, എടി നിനക്കറിയോ ആ വിഭവത്തിനും ഒരു പേരുണ്ട്, പയറുമേളം. കൃഷ്ണചന്ദ്രൻ സാറിട്ട പേരാ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും കാവ്യയും കൊണ്ട് കറങ്ങാനിറങ്ങിയ കനിയും അങ്ങോട്ടെത്തുന്നുണ്ട്. ആഹാ, എത്തിയോ രണ്ടാളും, എവിടായിരുന്നു എന്ന് പറഞ്ഞ് കാവ്യയുടെ തലയിൽ തൊട്ട് നോക്കിക്കൊണ്ട് അയ്യോ ഇതെന്താ നനഞ്ഞിരിക്കുന്നേ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളെ ചേർത്ത് പിടിച്ച് തല തുവർത്തി കൊടുക്കുന്നുണ്ടേ. ഒരുപാട് നനഞ്ഞു, അസുഖമൊന്നും പിടിക്കാതിരുന്നാൽ മതി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മോള് ബീച്ചെല്ലാം കണ്ടോ എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. കണ്ടു, കുറച്ച് ക്രൗഡ് ഉണ്ടായിരുന്നു എന്ന് കാവ്യ പറയുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങുകയാണെന്നും രാത്രി നീ വിഷ്ണുവിനോട് സംസാരിച്ചിട്ട് വിളിക്കെന്നും മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്. ടീച്ചറമ്മ വീണ്ടും മേരിക്കുട്ടിയുടെ പിണക്കം തീർക്കാനായി കൈ പിടിച്ചുകൊണ്ട് എടിയെന്ന് വിളിക്കുമ്പോഴേക്കും ടീച്ചറമ്മ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് വേണ്ട, നീ പോയി നിന്റെ പയറുമേളം തീർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജോണിനെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടേ. അപ്പോഴേക്കും കാവ്യ പറയുന്നുണ്ട് എനിക്ക് ബുൾസൈ മതി അമ്മമ്മയെന്ന്. ബുൾസൈ എങ്കിൽ ബുൾസൈ, നമുക്കെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ കാവ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കുമ്പോഴേക്കും കൂടെയുള്ളവരും പുറകെ ചെല്ലുന്നുണ്ടേ. പിന്നീട് റോഡ് സൈഡിലെ ഒരു വലിയ മരത്തിന് ചുവട്ടിൽ നിന്ന് ആർക്കോ വഴി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന പോറ്റിയെയാണ് കാണിക്കുന്നത്. ജംഗ്ഷൻ കഴിഞ്ഞ് സ്ട്രൈറ്റ് വരുമ്പോൾ ആദ്യം ലെഫ്റ്റിലേക്ക് ഒരു കുഞ്ഞു റോഡുണ്ട്, അങ്ങോട്ട് തിരിയണ്ട. പിന്നെയും കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഒരു വലിയ മരത്തിന്റെ കീഴെ ചായക്കടയും വണ്ടിയിടാൻ പാകത്തിന് ഒരു സ്ഥലവുമുണ്ട്. ഞാൻ അവിടെ നിപ്പുണ്ട് എന്ന് പോറ്റി മൊബൈലിലൂടെ പറയുമ്പോഴേക്കും മോഹൻ തൻ്റെ ജീപ്പുമായി അങ്ങോട്ടെത്തുന്നുണ്ട്. മോഹനെ കാണുന്ന പോറ്റി സന്തോഷത്തോടെ മോഹനെ നമസ്കാരം പറഞ്ഞുകൊണ്ട് മോഹനെ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ഞാൻ ശങ്കരനാ, നിങ്ങളുടെ ഇളയമകൾ വീണയില്ലേ, അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടാവോന്ന് അറിയില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. അവളുടെ ഭർത്താവേ എൻ്റെ പെങ്ങളുടെ ഇളയ മോനാ. വീണയുടെ കല്യാണത്തിന് അച്ഛൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും കല്യാണത്തിന് വിളിക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരാള് ഈ ഞാനാ. വീണ എന്നെ ആളെ കൊണ്ട് തല്ലിച്ചിട്ടുണ്ട്, അതിൻ്റെ ദേഷ്യത്തിൽ അല്ല, അതുകൊണ്ടാ ഒരു ക്ഷണക്കത്ത് അഭ്യുദയകാംക്ഷിയായി ഞാൻ അങ്ങേക്ക് അയച്ചത് എന്ന് പോറ്റി പറയുന്നത് കേട്ട് ഓ അത് നിങ്ങളായിരുന്നല്ലേ അയച്ചത്, ഞാൻ അപ്പോഴേ ആലോചിച്ചു ഏത് കുഴിത്തുരുമ്പ് പിടിച്ചവനാണോ അത് ചെയ്തതെന്ന് എന്ന് മോഹൻ പറയുന്നത് കേട്ട് പോറ്റിയും ഒരു ചിരിയോടെ മകളുടെ കല്യാണത്തിന് അച്ഛനെ വിളിക്കാതിരിക്കുന്നതിന് ഒരു നെറുകേടുണ്ടല്ലോ, ആ ബോധ്യത്തിലാ ഞാൻ ആ കത്ത് അന്ന് അയച്ചത് എന്ന് പോറ്റി പറയുമ്പോഴേക്കും മനസ്സിലായി ഇപ്പോൾ എന്താണാവോ കാരണവരുടെ അവതാരോദ്ദേശം എന്ന് മോഹനും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മൂത്ത മോനും മോളുമില്ലേ, രണ്ടിനെയും പിടിച്ച് ഇപ്പോൾ അകത്തിട്ടേക്കുവാ, എല്ലാത്തിനും പിന്നിൽ നിങ്ങളുടെ ശത്രുവായ സരസ്വതിയും ആ ഇളയ പെണ്ണുമാ എന്ന് പോറ്റി പറയുന്നത് കേട്ട് അമ്പരപ്പോടെ എന്നിട്ട് ജാമ്യമൊന്നും എടുത്തില്ലെന്ന് മോഹൻ ചോദിക്കുന്നുണ്ട്. ആരെടുക്കാൻ, കേസിൽ വിഷ്ണു രാധയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ മഹേഷിന്റെ ഭാര്യ ആ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അവളുടെ വീട്ടിലോട്ട് പോയി, പിന്നെ സരസ്വതിയും വീണയും അവരല്ലേ കേസിലെ വാദി എന്ന് പോറ്റി പറയുന്നത് കേട്ട് മോഹനും ആലോചനയോടെ അപ്പടിയാ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, പിന്നെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ അങ്ങേരാ ആ ശിവരാമൻ എന്ന് പോറ്റി എരികെറ്റി കൊടുക്കുമ്പോഴേക്കും ആ നാറിയാണല്ലേ, അവന് ഞാൻ പണ്ടേ ഓങ്ങി വെച്ചതാണെന്ന് മോഹനും പറയുന്നുണ്ട്. അയാളാ രാധയും മഹേഷും കൂടി സരസ്വതിയെ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് കേസ് കൊടുത്തത്. എല്ലാം സരസ്വതിയുടെയും ആ ഇളയ പെണ്ണിൻ്റെയും പ്ലാനാ. രാധയും മഹേഷും അതിൽ പെട്ടുപോയി. ഇപ്പോൾ അതുങ്ങളെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ആരുമില്ല. എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കാവുന്ന കനകാവസരം, മനസ്സിലായോ? എനിക്കങ്ങനെ തോന്നിയത് കൊണ്ടാ നിങ്ങളെ വിളിച്ചത് എന്ന് പോറ്റി പറയുമ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. മഴ എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റി തൻ്റെ കയ്യിലുള്ള കുടയെടുത്ത് ചൂടിക്കൊടുത്തുകൊണ്ട് വിവേകപൂർവ്വം കളിച്ചാൽ എല്ലാവരും നിങ്ങളുടെ ശത്രുവായ സരസ്വതിക്കെതിരാവും
എന്ന് പോറ്റി കുരുട്ടു ബുദ്ധിയോടെ പറയുമ്പോഴേക്കും കാർന്നോര് തരക്കേടില്ലല്ലോ എന്ന് മോഹനം ചിരിയോടെ ചോദിക്കുന്നുണ്ട്. ആദ്യം ഇതിന്റെ പണി ആണിക്കല്ലിന്ന് തുടങ്ങണം ശിവരാമൻ, അവനാ ഈ കേസിന് പിന്നിൽ എന്ന് പോറ്റി വീണ്ടും എരികേറ്റുമ്പോഴേക്കും എന്നാ പന്നിക്ക് പോലും വേണ്ടാത്ത അവന്റെ കൊരവള്ളി എടുത്തിട്ട് തന്നെ കാര്യം എന്ന് മോഹൻ പറയുമ്പോഴേക്കും പോറ്റിയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചിരിക്കുന്നുണ്ട്. മോഹനം ഒരു ചിരിയോടെ കാർന്നോരെ ആള് കൊള്ളാലോ, എന്നെക്കാളും വലിയ കൃമി, ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ തന്റെ ജീപ്പും എടുത്തോണ്ട് പോകുമ്പോഴേക്കും പോറ്റിയും ഒരു ചിരിയോടെ എല്ലാം നശിച്ച് നാറാണക്കല്ലായി പോട്ടെ, പളനി ആണ്ടവാ മുരുക എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിപ്പുണ്ടേ. പിന്നീട് രാത്രിയാവുമ്പോൾ സിറ്റൗട്ടിലെ കൈവരിയിലിരിക്കുന്ന ടീച്ചറമ്മയെയും വീണയെയും കനിയെയും കല്ലുവിനെയും കാവ്യയുമാണ് കാണിക്കുന്നത്. വിഷ്ണു തൻ്റെ കാറിൽ മാധവത്തിലെത്തുമ്പോഴേക്കും ദേ അച്ഛൻ വരുന്നുണ്ടെന്ന് കല്ലുവും പറയുന്നുണ്ട്. വിഷ്ണു സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും വിഷ്ണുവേട്ട രാധേച്ചിയുടെ മഹേഷേട്ടൻ്റെയും ബെയിലിൻ്റെ കാര്യം എന്തായി എന്ന് വീണ ചോദിക്കുന്നുണ്ട്. അതെൻ്റെ വിഷയമല്ല വീണ, ഇത് ബോധപൂർവം അവരായി വരുത്തി വെച്ചതാ. എനിക്ക് കാര്യങ്ങൾ നല്ല ബോധ്യമുണ്ടായിട്ട് എത്രയോ വട്ടം ചോദിച്ചിട്ടും രാധ ഈ കാര്യം സമ്മതിച്ചില്ല. അവള് പിന്നെയും എന്നോട് കള്ളം പറഞ്ഞ് എല്ലാം മറയ്ക്കാൻ നോക്കി. എല്ലാം മറന്നിട്ട് നാണം കെട്ട് അവളുടെ ജാമ്യത്തിന് പോയി നിൽക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അകത്തേക്കായി പോവാനായി തുടങ്ങുമ്പോഴേക്കും ടീച്ചറമ്മ വിഷ്ണുവിനെ വിളിച്ചോണ്ട് വിഷ്ണു, രാധ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്താ ഇപ്പോ. അപമാനവും വിഷമവും കാരണം അവൾ തകർന്നു പോവും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇത്രയും കളവ് കാണിച്ചവർക്ക് അത് ബോധ്യമുണ്ടാവും. ഇക്കാര്യത്തില് നിഷ്കളങ്കായ ഒരാളൊന്നുമല്ലല്ലോ രാധ എന്ന് വിഷ്ണു പറയുമ്പോൾ ഈ കാര്യത്തിൽ നീ പോലീസ് മാത്രമാവില്ലേ വിഷ്ണു, അവള് നിന്റെ ഭാര്യയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലുവിനെയും കാവ്യയെയും നോക്കിക്കൊണ്ട് ഈ കുട്ടികളുടെ അമ്മയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് വിഷ്ണു ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ഈ കുട്ടികൾക്ക് അമ്മ ജയിലിൽ കിടക്കുമ്പോഴുണ്ടാവുന്ന ട്രോമ മോൻ മനസ്സിലാക്കണം എന്ന് ടീച്ചറമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ അത് രാധയും ആലോചിക്കണമായിരുന്നു. ഇതിന്റെ ഭവിഷ്യത്ത് അറിയാതെയൊന്നുമല്ലല്ലോ രാധയും ഇതിന് കൂട്ടുനിന്നത് എന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട്. മോനെ, അതൊന്നും നീ ഉള്ളി വെക്കല്ലേ, ഞാൻ എൻ്റെ വക്കീലിനോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ കേസിൽ ഞാൻ വാദിയും രാധയും മഹേഷും പ്രതികളുമായതു കാരണം എൻ്റെ വക്കീലിന് ഇത് ബെയിൽ ചെയ്യാനാവില്ല. വേറൊരു വക്കീലിനെ അറേഞ്ച് ചെയ്തു. അഡ്വക്കേറ്റ് വിനീത വിഷ്ണുവിനെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അവർ വിളിച്ചിരുന്നു. രാധയുടെ കേസിലും കാര്യത്തിലും ഒന്നും എനിക്ക് താല്പര്യമില്ല, എന്നെ ഇനി വിളിക്കണ്ടെന്നും പറഞ്ഞു എന്ന് വിഷ്ണു പറയുന്നത് കേട്ട് എല്ലാവരെയും ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുന്നുണ്ടേ. അങ്ങനെ അവളെ അങ്ങ് കൈവിട്ട് കളയല്ലേ വിഷ്ണു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അമ്മയ്ക്ക് ഇത് പറയാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. ഈ നിയമലംഘനത്തിന് അമ്മയും കൂട്ടുനിന്നു. എന്നെ എല്ലാവരുടെയും മുമ്പിൽ കോമാളിയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ട് എന്ന് ടെൻഷനോടെ വിഷ്ണു പറയുമ്പോഴേക്കും മോനെ എന്ന് ടെൻഷനോടെ ടീച്ചറമ്മയും വിളിക്കുന്നുണ്ട്. ഭാര്യയുടെ അമ്മ വീടിന് മുകളിൽ ആരും അറിയാതെ ഒളിച്ചിരുന്നിട്ട് കണ്ടെത്താനാവാത്ത പോലീസ് എന്നുള്ള ചീത്തപ്പേര് ഒരിക്കലും മാറാത്തതാണ്. ആ അപമാനം ഉള്ളുള്ള കാലം എനിക്കുണ്ടാവും. ഒഫീഷ്യലായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമല്ലെങ്കിലും ഞാൻ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി. കോവിൽപ്പെട്ടിയിലെ അമ്മ ട്രീറ്റ്മെന്റിലായിരുന്ന ഹോസ്പിറ്റലിൽ പോയി ഞാൻ ആ കാര്യം കൺഫേം ചെയ്തു. നാട്ടിലേക്ക് മടങ്ങിയെന്ന കാര്യവും വീട്ടിലുണ്ടെന്ന കാര്യവും ഞാൻ കൺഫേം ആക്കിയതാണ്. പക്ഷേ ചില ഇടപെടലുകൾ എന്നെ അവസാന വഴിയിൽ എത്തിച്ചില്ല. ഞാൻ കണ്ടെത്തിയതൊക്കെ ശരിയായിരുന്നു എന്ന് വ്യക്തമായി. എല്ലാം കൺഫേം ആക്കി വന്ന എനിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വല്യമ്മയുടെ പരിഹാസം ഏൽക്കേണ്ടി വന്നു. അതിന് ഞാൻ അർഹനല്ലാത്തിടത്തോളം ആ വാക്കുകൾ എന്നെ പൊള്ളിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എന്താണെങ്കിലും അത് രാധ അർഹിക്കുന്ന ശിക്ഷ മാത്രമാണെന്നേ ഞാൻ കരുതുന്നുള്ളൂ. അവൾ അവിടെ കിടന്ന് തൻ്റെ തെറ്റ് ബോധ്യപ്പെടട്ടെ. എൻ്റെ അറിവിൽ അവൾക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും അവൾ എന്നെ ഒളിച്ചു. എന്നോട് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാവില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വീണ്ടും അകത്തേക്കായി കയറാൻ തുടങ്ങുമ്പോഴേക്കും വീണ പുറകെ ചെന്ന് വിഷ്ണുവേട്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഒപ്പം നിൽക്കുമെന്ന് രാധേച്ചിക്ക് തോന്നിയിരുന്നെങ്കിൽ രാധേച്ചി ഒരിക്കലും ഒളിക്കില്ലായിരുന്നു. ഇക്കാര്യത്തിൽ വിഷ്ണുവേട്ടൻ പോലീസായി തന്നെ നിൽക്കുമെന്ന് രാധേച്ചിയും ഭയന്നിരുന്നു എന്ന് ടെൻഷനോടെ പറയുന്നുണ്ടേ. ടീച്ചറമ്മയും മോനെ, നിനക്ക് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും അവളെ ഇങ്ങനെ ശിക്ഷിക്കരുത്. അത്രയ്ക്കുള്ള കുറ്റമൊന്നും അവൾ ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ഉള്ളത് ആരെയും അറിയിച്ചില്ല. പിന്നെ ആരും അറിയാതെ എനിക്ക് 3 നേരം ഭക്ഷണം കൊണ്ടു തന്നു. അതിനൊക്കെ രാധ ശിക്ഷിക്കപ്പെടണമെന്നാണെങ്കിൽ നടക്കട്ടെ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ് നീതിയെങ്കിൽ കാര്യങ്ങൾ എത്ര എളുപ്പമായിരുന്നു. അവൾക്ക് അർഹമായ ശിക്ഷയും അനർഹമായ ശിക്ഷയൊന്നും അമ്മ പറയണ്ട. അതിനിവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. അത് നിശ്ചയിക്കും യഥാർത്ഥ കുറ്റവും അതിനുള്ള ശിക്ഷയും. ആ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് അമ്മയുൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തി എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞത് ഒരമ്മയുടെ നീതി എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് അമ്മയുടെ നീതിയല്ല, നീതിപീഠത്തിന്റെ നീതി എന്ന് വിഷ്ണുവും ഉറപ്പിച്ച് പറയുന്നുണ്ട്. അമ്മയുടെ മനസ്സിനെ മക്കളെ ഒരു ഘട്ടത്തിലും ഉപേക്ഷിച്ച് കളയാനാവില്ല. വിഷ്ണു ജാമ്യത്തിന്റെ കാര്യം നോക്കിയെന്നില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം
എനിക്കവളെ ഉപേക്ഷിച്ച് കളയാനാവില്ലല്ലോ എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും അതൊക്കെ അമ്മയുടെ ഇഷ്ടം. ഞാൻ ആ കാര്യങ്ങളിലൊന്നും ഇനി ഇടപെടില്ല. പിന്നെ അമ്മ ഇനി മറച്ചുവെക്കുന്ന ചില രഹസ്യങ്ങൾ കൂടിയുണ്ട്. വിഷ്ണു പറയുമ്പോൾ അതെന്താണെന്ന് ടീച്ചറമ്മയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. കന്യാകുമാരി മിസ്സിംഗ് സമയത്ത് അമ്മയും കൃഷ്ണചന്ദ്രൻ സാറും പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് നടന്നിട്ടില്ല, സത്യമല്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നത് കേട്ട് ടീച്ചറമ്മ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം അമ്പരപ്പോടെ നിൽക്കുന്നുണ്ട്. ടീച്ചറമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും എനിക്കറിയാം അമ്മ വായ തുറക്കില്ലെന്ന്. അത്രയ്ക്ക് കനപ്പെട്ട രഹസ്യങ്ങൾ അതിന് പിന്നിലുണ്ടെന്ന് എനിക്കറിയാം. ശരിയല്ലേ? ഇത്രയും മനസ്സിലാക്കി എനിക്ക് അത്രയും കൂടി കണ്ടെത്തുക വലിയ കാര്യമൊന്നുമല്ല. അമ്മ പറഞ്ഞ ആക്സിഡന്റ് കഥ ചിലരെ ചില കാര്യങ്ങൾ മറയ്ക്കാനെന്ന ബോധ്യം എനിക്കുണ്ട്. വൈകാതെ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അകത്തേക്കായി കയറി പോകുന്നുണ്ടേ. എല്ലാവരും കൂടി സംശയത്തോടെ ടീച്ചറമ്മയെ നോക്കി നിൽക്കുമ്പോഴേക്കും ടീച്ചറമ്മ അവരെ നോക്കിക്കൊണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ നോട്ടത്തിന്റെ അർത്ഥം. ചില സത്യങ്ങൾ കാലം വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയും അകത്തേക്ക് കയറി പോകുന്നുണ്ടേ. പിന്നീട് തൻ്റെ റൂമിലെ കട്ടിലിൽ ടെൻഷനോടെ ഇരുന്ന് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്ന ടീച്ചറമ്മയാണ് കാണിക്കുന്നത്. അമ്മ ഇനി മറച്ചുവെക്കുന്ന ചില രഹസ്യങ്ങൾ കൂടിയുണ്ട്. കന്യാകുമാരി മിസ്സിംഗ് സമയത്ത് അമ്മയും കൃഷ്ണചന്ദ്രൻ സാറും പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് നടന്നിട്ടില്ല, സത്യമല്ലേ? ഇത്രയും മനസ്സിലാക്കി എനിക്ക് അക്കാര്യം കൂടി കണ്ടെത്തുക സാധ്യമല്ലേ? അമ്മ പറഞ്ഞ ആക്സിഡന്റ് കഥ ചിലരെ ചില കാര്യങ്ങൾ മറയ്ക്കാനെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. വൈകാതെ നമുക്ക് കാണാം എന്ന് വിഷ്ണു പറഞ്ഞതോർത്തുകൊണ്ട് ടീച്ചറമ്മ ടെൻഷനോടെ ഇരിപ്പുണ്ടേ. പിന്നീട് ഫ്രഷായി ഡ്രസ്സെല്ലാം മാറി ഡൈനിങ് ഹാളിൽ കസേരയിൽ വന്നിരിക്കുന്ന വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. കാവ്യ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നോണ്ട് എനിക്ക് മനസ്സിലായി ഇത്രയും നേരം സംസാരിച്ചത് SI വിഷ്ണുനാഥ. ഇപ്പോൾ ആ ഡ്രസ്സ് മാറിയല്ലോ, ഇനി അച്ഛൻ പറ അമ്മയെ എപ്പോൾ പുറത്തിറക്കും എന്ന് വിഷമത്തോടെ കാവ്യ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മോള് കേട്ടതല്ലേ കാവ്യേ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും കല്ലുവും അങ്ങോട്ട് എത്തുന്നുണ്ടേ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, അമ്മയെ പുറത്തു കൊണ്ടുവരേണ്ടത് അച്ഛൻ്റെ ഡ്യൂട്ടിയാ. എനിക്കെൻ്റെ അമ്മയെ കാണണം എന്ന് കാവ്യ പറയുമ്പോഴേക്കും അമ്മയെ കാണണമെങ്കിൽ ജയിലിലോട്ട് പോവാം, അല്ലാതെ നിർവാഹമില്ലെന്ന് വിഷ്ണു തീർത്തു പറയുന്നുണ്ട്. എനിക്കെൻ്റെ അമ്മയെ വേണം എന്ന് വീണ്ടും വാശിയോടെ കാവ്യ പറയുമ്പോഴേക്കും അനാവശ്യ വാശി പിടിക്കല്ലേ കാവ്യേ എന്ന് വിഷ്ണു വഴക്കു പറയുന്നുണ്ട്. അതെല്ലാം കണ്ട് അമ്മയെ അവൾക്ക് മിസ്സായിട്ടാ അച്ഛാ എന്ന് കല്ലുവും സങ്കടത്തോടെ പറയുമ്പോഴേക്കും എനിക്കറിയാലോ ഇവളുടെ വാശി എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. വിഷമായിട്ട് പറയുമ്പോൾ ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ, അച്ഛൻ അമ്മയുടെ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കല്ലേ. അമ്മാമ്മ ഇവിടുള്ള കാര്യം മറച്ചു വെച്ചതാണ് അച്ഛന് അമ്മയോടുള്ള ദേഷ്യത്തിന് കാരണമെങ്കിൽ അതേ തെറ്റ് ഞാനും ചെയ്തിട്ടുണ്ടെന്ന് കല്ല് പറയുന്നത് കേട്ട് ഒരു ഞെട്ടലോടെ വിഷ്ണു കല്ലുവിനെ നോക്കുന്നുണ്ടേ. കല്ലുവും തലകുനിച്ച് വിഷമത്തോടെ നിന്നുകൊണ്ട് അതെ എനിക്കും അറിയായിരുന്നു അമ്മമ്മ ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോഴേക്കും ഓ എന്നെ പറ്റിക്കാൻ മോളും കൂട്ടുനിന്നല്ലേ. മോൾ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അമ്മയെ രക്ഷിക്കാമായിരുന്നു എന്ന് വിഷ്ണു പറയുന്നുണ്ട്. കല്ലു അത് കേട്ട് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ഇതിപ്പോ അച്ഛനെ തോൽപ്പിക്കാൻ മോളും കൂടി കൂട്ടുനിന്ന പോലെ ആയി എന്ന് വിഷ്ണുവും ടെൻഷനോടെ പറയുമ്പോഴേക്കും അച്ഛാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല അച്ഛാ, അമ്മാമ്മയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ എന്ന് കല്ലുവും സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇപ്പോ എല്ലാവരുടെയും കളിയിൽ രക്തസാക്ഷി ആയില്ലേ അച്ഛൻ എന്ന് വിഷ്ണു സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും അച്ഛാ അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് വിഷമമാവുമെന്ന് കല്ലു ടെൻഷനോടെ പറയുന്നുണ്ട്. അച്ഛന് നഷ്ടപ്പെട്ട റെപ്യൂട്ടേഷൻ അച്ഛൻ ഇനി എങ്ങനെയാ മോളെ തിരിച്ചു പിടിക്കാനാവുക? പോലീസുകാരനൊരുവൻ പോഴനെന്ന് കേട്ടാ പിന്നെ തീർന്നു, ആ പേര് ഒരിക്കലും പോവില്ല. ഇത്രയും കാലം അച്ഛൻ പ്രൊഫഷണൽ ലൈഫിലിട്ട ഒരു എഫേർട്ടുണ്ട്, അതൊന്നും ആരും ഇനി ഓർക്കില്ല. എല്ലാത്തിനും മേലെ ഈ നാണം കെട്ട കേസല്ലേ. 2 കാര്യങ്ങളാ എനിക്ക് ക്ഷീണമാവുന്നത്. ഒന്ന് അമ്മയുടെ ബോഡി മാറിക്കൊണ്ടു വന്നത്, 2 DNA എക്സാമിനേഷൻ സ്കിപ്പ് ചെയ്തത്. മഹേഷ് ആണെന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്തത് ഞാൻ അവനൊപ്പം നിന്നതാ. അവൻ ബോഡി ഓപ്പൺ ചെയ്ത നേരം അമ്മാന്ന് വിളിച്ച് കാറി. ബോഡി ഐഡന്റിഫൈ ചെയ്ത് വിളിച്ചതാണെന്നാ ഞാൻ കരുതിയത്. അവൻ ശരിക്കും ബ്ലാങ്ക് ഔട്ട് ആയി, ഫിസിക്കൽ കണ്ടീഷൻ വരെ മോശമായി. DNA എക്സാമിനേഷനും മറ്റും ശരിക്കും സമയമെടുക്കുന്നത് കൊണ്ട് ഞാൻ ഇടപെട്ട് അത് സ്കിപ്പ് ചെയ്തു. DNA എക്സാമിനേഷൻ സ്കിപ്പ് ചെയ്യുമ്പോൾ ഞാൻ മഹേഷിന്റെ ബോഡി ഐഡന്റിഫിക്കേഷനെയാ വിശ്വസിച്ചത്. അവൻ ബോഡി കാണാതെയാ നിലവിളിച്ചതെന്നും ബ്ലാങ്ക് ഔട്ട് ആയതെന്നും ഞാൻ വൈകിയാ അറിഞ്ഞത്. ആ ഒരു സംഭവം അറിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ആരും എന്നെ തന്നെ കുറ്റപ്പെടുത്തു. ഞാനിവിടെ മഹേഷിനെ വിശ്വസിച്ചതിൽ പറ്റിയ പിഴവാ. രണ്ടാമത് അമ്മ മടങ്ങി വന്ന് വീടിന് മുകളിൽ തന്നെ ഇരുന്ന കാര്യം അതെന്റെ മോളും കൂടി അറിഞ്ഞുള്ള കളിയായിരുന്നു എന്നുള്ളതാ എന്നെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത്. അച്ഛനെ തോപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചില്ലേ എന്ന് വിഷ്ണു സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. കല്ലുവും കരച്ചിലോടെ അച്ഛാ പ്ലീസ് അങ്ങനെ പറയല്ലേ, അച്ഛനാ എന്റെ റിയൽ ഹീറോ, അച്ഛൻ എന്നും ജയിക്കുന്നതാ എനിക്കിഷ്ടം. എന്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയും എനിക്ക് അച്ഛൻ്റെ പോലീസ് ബുദ്ധിയാണെന്ന്. ഇറ്റ്സ് സംതിങ് ഐ ആം പ്രൗഡ് ഓഫ്. ഞാൻ അച്ഛനോട് പറയാത്തത് അമ്മമ്മയ്ക്ക് പ്രശ്നമാവുമെന്ന് കരുതിയാ, അല്ലാതെ അച്ഛനെ പറ്റിച്ചതല്ലെന്ന് കല്ലു സങ്കടത്തോടെ പറയുന്നുണ്ട്. എനിക്ക് മോളോട് വിഷമവും പരിഭവവും ഒന്നുമില്ല, പക്ഷേ ഇതാണ് ജീവിതം എന്നതാ അച്ഛന് കിട്ടുന്ന പാഠം.
ചില ഘട്ടങ്ങളിൽ നമ്മൾ തോറ്റു പോവുക, അപമാനിതരാവുക, അതിന് നമ്മളുടെ പ്രിയപ്പെട്ടവർ തന്നെ കാരണമാവുക എന്ന് വിഷ്ണു പറയുന്നത് കേട്ട് സോറി അച്ഛ, റിയലി സോറി, അച്ഛന് ശരിക്കും ഹർട്ടായെന്ന് എനിക്ക് മനസ്സിലായി എന്ന് കല്ലു വിഷമത്തോടെ പറയുമ്പോഴേക്കും അച്ഛൻ എപ്പോഴാ അമ്മയെ പുറത്തിറക്കുക അത് പറ എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട്. അച്ഛനല്ല അമ്മയെ പുറത്തിറക്കേണ്ടത്, ഇനി കോർട്ട് തീരുമാനിക്കണം എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അമ്മമ്മ ഇവിടെ ഹൈഡ് ആയിരുന്നത് അമ്മ പറയാത്തത് ഇത്രയും വലിയ കുറ്റമാണോ? എന്നാ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നതിന് എന്നെ ഋതുവിനെയൊക്കെ അറസ്റ്റ് ചെയ്യോ എന്ന് കാവ്യ സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും ഇത് കളിയൊന്നുമല്ല, ഹൗസ് അറസ്റ്റിംഗ് കേസാ, രാധ അതിൽ അക്യൂസ്ഡ് ആണ് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അമ്മയോട് ഇപ്പോ ഇങ്ങനെ വാശി വെക്കില്ലേ അച്ഛാ, പാവം അമ്മ ഇന്നലെ നിലത്തല്ലേ കിടന്നിട്ടുണ്ടാവുക, അച്ഛാ പ്ലീസ് ബെയിൽ മൂവ് ചെയ്യണം എന്ന് കല്ലു സങ്കടത്തോടെ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.